ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ സമയത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സമയം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 12 മണിയായി, എങ്ങനെയാ പറയാ? It's 12 AM. It's 12 AM now. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12:05 എന്ന് പറയണമെങ്കിൽ it's 12:05 AM എന്ന് പറയാം. അതല്ലാണ്ട് വേറെ രീതിയിൽ എങ്ങനെയാ പറയാന്ന് അറിയാം? അയ്യോ ഇല്ല, it's 12 o'clock എന്ന് പറയാ. 12:05 എന്ന് പറഞ്ഞാ 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയി അല്ലെ? അതെങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഇറ്റ്സ് 5:12 എന്ന് പറയാം. അതായത് 5 മിനിറ്റ് ആയി എന്നുള്ളത്. 12:15 ആണെന്നുണ്ടെങ്കിലോ? ഇങ്ങനൊന്നും ചോദിച്ചെങ്കിൽ പെട്ടെന്ന് പറയാൻ അറിയില്ല. 12:15 ഇറ്റ്സ് 12. എന്താ നേരത്തെ പറഞ്ഞത്? അത് 15. ഇപ്പൊ 15 minutes past 12 എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇറ്റ്സ് മറ്റേ ക്വാർട്ടർ എന്നുള്ളൊരു അറിയില്ല. ക്വാർട്ടർ മുക്കാല്. Quarter-past-12 എന്ന് പറഞ്ഞാൽ 12 o'clock കഴിഞ്ഞ് ക്വാർട്ടർ പോർഷൻ കഴിഞ്ഞു, 1/4 ഓഫ് ദ പോർഷൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 12:30 ആണെങ്കിലോ? ഈ കണക്കന്നെ അറിയില്ല. ഇതുപോലെ ഇങ്ങനെ തോട്ട് പ്രോസസ് മൊത്തം ആ രീതിയിലാ പോകുന്നത്. എന്താ പറയാ? അരയാണെന്നുണ്ടെങ്കിൽ ഹാഫ് അല്ലേ? അപ്പം ഇറ്റ്സ് 12:30. ഓക്കെ, സോ കാലാണെന്നുണ്ടെങ്കിൽ Quarter-past-12, ഹാഫ് ആണെങ്കിൽ Half-past-12. പക്ഷെ മുക്കാലാണെങ്കിൽ നമ്മൾ 3/4 എന്ന് പറയില്ല. അതിന്റെ പകരം നമ്മള് 1 മണി ആവാൻ ഇനി 15 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് 1/4 എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് Quarter-past-12, Half-past-12. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 1/4 ആണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മളെന്താ മാത്സ് ക്ലാസ്സിലൊക്കെ സീരിയസ്ലി അങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ട് എനിക്ക്. ഓക്കെ, സോ ഇതൊക്കെ ബേസിക് ഇംഗ്ലീഷ് ആണ്. യു നീഡ് ടു നോ ദിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2:30 സമയമാണെന്നുള്ളത് ഈ പറഞ്ഞ വേർഷനിൽ എങ്ങനെയാ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.